മക്കിമലയിൽ തടയണ തകരുമോ എന്നൊരു ആശങ്ക നാട്ടുകാരും അറിയിക്കുന്നുണ്ട്. കനത്ത മഴയിൽ സ്വകാര്യ എസ്റ്റേറ്റിലെ തടയണ രൂപത്തിൽ നിർമ്മിച്ച ഭീമൻ കുളം നിറഞ്ഞു. നിർമ്മാണ സമയത്ത് തന്നെ പ്രതിഷേധമൊക്കെ ഉയർന്നെങ്കിലും ഈ എസ്റ്റേറ്റ് ഉടമ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. ലിനറ്റ് വർഗീസാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. ലിനറ്റ്, എന്താണിപ്പോൾ നിലവിലെ ഈ വയനാട്ടിലെ മഴ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണം. ഈ മക്കിമലയിലെ തടയണയിൽ എന്താണ് നാട്ടുകാർ പറയുന്നത്? അവിടെ നിന്നും 10-20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. പറയാൻ ലിനറ്റ്. ഇത് വയനാട്ടിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ശക്തമായ കാറ്റും പലയിടങ്ങളിലായി ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ മക്കിമലയോട് ചേർന്ന ഭാഗത്താണ് ശക്തമായ കാറ്റും മഴയും ഉള്ളത് എന്നാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. മക്കിമലയിലെ 20ഓളം കുടുംബങ്ങളെ മറ്റ് ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ചുങ്കം മദ്രസയിൽ ഇന്ന് ക്യാമ്പുകൾ ആരംഭിക്കും. നിലവിൽ മക്കിമല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടായിട്ടുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തലപ്പുഴ പുഴയിൽ ശക്തമായ നീരൊഴുക്കായിരുന്നു. പലയിടങ്ങളിലും കാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളിലും വെള്ളം കയറുകയും വീടുകളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ബാണാസുര സാഗർ ഡാമിലെ ഷട്ടർ 75 സെന്റിമീറ്ററായി ഉയർത്തും. സ്പിൽവേ ഷട്ടറുകളാണ് 75 സെന്റിമീറ്ററായി ഉയർത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ ഷട്ടറുകൾ ഉയർത്തുക. അതുകൊണ്ട് തന്നെ കഴമാൻതോട്, പനമരം, പുഴയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ മക്കിമലയോട് ചേർന്നുള്ള ഒരു തടയണയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ 1 ഏക്കറോളം വരുന്ന രീതിയിൽ ഒരു തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഈ ഒരു സ്വകാര്യ വ്യക്തി അവിടെ തടയണ വെടിയുന്നതിനെ തുടർന്ന് ഇപ്പോൾ ശക്തമായ കാറ്റും അതോടൊപ്പം മഴയുമാണ് ഈ സ്ഥലത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തടയണ നിറഞ്ഞു ഒഴുകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭീതിയിലാണ്. ശരി ലിനറ്റ്, അപ്പോ കേരളത്തിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം മഴയുണ്ട്, ഒപ്പം തന്നെ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിവിധ ജില്ലകളിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഹാൻസ്, അതേപോലെ ദിൽഷ തിലകൻ, ലിനറ്റ് വർഗീസ്, ഒപ്പം നിഖിൽ അളവൂർ.